ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സഞ്ജീനാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എളുപ്പത്തിൽ എങ്ങനെ ഒരു മുട്ടക്കറി കുക്കറിൽ ഉണ്ടാക്കാം എന്നുള്ളതാട്ടോ. നല്ല തന്നി റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെ നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി ഒരു മുട്ടക്കറി ആട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അപ്പവും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു കേട്ടോ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 2-3 ഒനിയൻ, ഏകദേശം മീഡിയം സൈസിലുള്ള ഒനിയൻ ആണെങ്കിൽ ഒരു 3 എടുക്കുക. അത്യാവശ്യം വലുതാണെങ്കിൽ ഒരു 2 എടുക്കുക കേട്ടോ. നന്നായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്കൊരു 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ഒനിയൻ നമ്മൾ വഴറ്റുന്ന സമയത്ത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റും. ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട, ഏകദേശം ഒരു 5 മിനിറ്റ് വഴറ്റിയാൽ മതി. ആ ഒനിയനൊക്കെ ഒന്ന് വാടി വരണം, അത്രേ ഉള്ളൂ. ഒരുപാട് വഴറ്റി അങ്ങോട്ട് ഭയങ്കര ചുവപ്പ് കളറിലോട്ടൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി കുക്കറിലാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒനിയനൊക്കെ വാടി കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒരു 5 മിനിറ്റ്. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഒനിയനൊക്കെ ആവശ്യത്തിന് വാടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഒനിയൻ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരുപാട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. നമ്മൾ ആവശ്യത്തിന് മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയും പൊടികളായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത്രയും മസാല മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ, ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പൊടികളൊക്കെ പച്ചമുളകൊക്കെ മാറി വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളി നമ്മളെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ തക്കാളി ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒരു ഇത് വാടി വന്നിട്ടുണ്ട്. 2 മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഞാൻ ഏകദേശം 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഗ്രേവി കൂടുതൽ വേണം, ഇച്ചിരി ചാറ് നീട്ടി വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം കേട്ടോ, ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. അത് നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു 2 വിസിൽ മീഡിയത്തിലിട്ടിട്ട് 2 വിസിൽ നമുക്ക് കേൾപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ തക്കാളിയും ഒനിയനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ 2 വിസിലൊക്കെ അടിച്ചു. നമ്മുടെ ആവിയൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മുടെ കറിയുടെ ഗ്രേവി ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമുക്കിവിടെ പാലപ്പാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആയിട്ട് നമ്മളിന്ന് ഈ കറി കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് വീണ്ടും ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമ്മൾ അടുപ്പിലേക്ക് കുക്കർ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന കറി 4 മുട്ടയുടെ കറിയായിട്ട് 4 മുട്ട നമ്മളിവിടെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലക്കുള്ളിലേക്ക് പിടിക്കാനായിട്ട്. ആ മുട്ട നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, കറിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കറി. ഇനി നമുക്കിതിലേക്ക് ഒരു ലേശം പഞ്ചസാര, 1 ടീസ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുട്ടക്കറിക്ക്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനാണല്ലോ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു ശരിക്കൊരു റെസ്റ്റോറൻറ്റ് ടൈപ്പിലുള്ളൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മധുരം ഒരു ചെറിയൊരു മധുരമാണ് വരത്തുള്ളൂ. അത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇത്തിരി മല്ലിയിലൊക്കെ വേണമെങ്കിൽ അരിഞ്ഞിടാൻ ഇഷ്ടമുള്ള
ആവശ്യമുള്ളവർക്ക് മല്ലിയില ഇടാം കേട്ടോ, അതും ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇത്രയും നേരത്തെ പണിയുള്ളൂ, പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് 5 മിനിറ്റ് മൂടി വെച്ച് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മുട്ടക്കറി ഇത് എങ്ങനെയായിട്ട് ഇരിക്കുന്നത്, നല്ല അത്യാവശ്യം കുറുകി, ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് മുട്ടയിലൊക്കെ പിടിച്ച് നല്ല രസമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ മുട്ടക്കറി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പാലപ്പത്തിൻ്റെ കൂടെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുപ്പിൽ ഇതേ പാലപ്പം ഇവിടെ തൊട്ടടുത്ത അടുപ്പിലിരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട് പാലപ്പത്തിൻ്റെ കൂടെയാണ് നമ്മളിന്ന് മുട്ടക്കറി കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് രാവിലെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ വിടണം, നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്നൊരു കറി ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വളരെ എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്ന് ഏകദേശം ഒരു എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പാലപ്പത്തിൻ്റെ കൂടെയാണ് ഈ മുട്ടക്കറി കൂട്ടി കഴിക്കാൻ നോക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് പാലപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി എങ്ങനെ ഉണ്ടെന്ന് രുചിച്ച് നോക്കാം കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മുട്ടക്കറി അപ്പം കൂടെ ഞാൻ അങ്ങനെ കഴിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.